പ്രീ കെയ്ഡ് കാസ്, മുൻപ് കൂട്ടി കരുതലെടുത്തിട്ടുള്ള വണ്ടികൾ, അതാണ് പ്രീ കെയ്ഡ് കാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു വണ്ടി എടുക്കാൻ ആഗ്രഹമുണ്ട്. പുതിയൊരു വണ്ടികൾ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ വണ്ടി നോക്കിക്കഴിഞ്ഞാലും അതിന് അർഹിക്കുന്ന വിലയെക്കാട്ടിൽ കുറച്ചുകൂടെ കൂടിയാണ് അതിൻ്റെ വില നിൽക്കുന്നത്. ഇപ്പോൾ ഒരു 15 ലക്ഷം രൂപ നമ്മൾ കൊടുക്കാനാണ് ഇന്നൊരു വണ്ടിക്ക്, പക്ഷേ അതിൻ്റെ വില നോക്കിക്കഴിയുമ്പോൾ ഒരു 18 ലക്ഷമായിരിക്കും, അല്ലെങ്കിൽ 20 ലക്ഷമായിരിക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ പ്രൈസിങ് കയറിക്കൊണ്ടിരിക്കുന്നത്. യൂസ്ഡ് കാസിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിലോമീറ്റർ ഓടിയതായിരിക്കും, കുറേ വർഷങ്ങൾ പഴക്കം കാണും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ് യൂസ്ഡ് കാസിൽ ചിലരെ പിന്നോട്ട് വലിക്കുന്നത്. അങ്ങനെയുള്ളവർക്കാണ് പ്രീ കെയ്ഡ് കാർ എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് നോട്ട് ഫ്ലീറ്റിലാണ്, വിച്ച് ഈസ് പവേർഡ് ബൈ ഓട്ടോബാൻ കോപ്പ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഓട്ടോബാൻ കോപ്പിൻ്റെ അണ്ടറിലുള്ള നോട്ട് ഫ്ലീറ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ തിളങ്ങി കിടക്കുന്ന വണ്ടികളൊക്കെ ഉണ്ടോ, അതിപ്പോൾ എന്താ, ഒരു വണ്ടിയെ തിളക്കിയെടുക്കാൻ പാടും, ഒരു കോട്ടിംഗ് ഒക്കെ ചെയ്ത് വാഷൊക്കെ ചെയ്തിട്ടാൽ പോരെ. പക്ഷേ അല്ല, തിളക്കമൊക്കെ വിട്ടു മാറാൻ സമയമായിട്ടില്ലാത്ത പുതിയ വണ്ടികളാണ് നമ്മുടെ ഈ സൈഡിലൊക്കെ കിടക്കുന്നത്. അപ്പം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പുതിയ വണ്ടി എടുക്കാൻ ബഡ്ജറ്റ് ഇല്ലാത്തവരായിരിക്കും യൂസ്ഡ് കാസിലോട്ട് പോകുന്നത്. പക്ഷേ അവർക്ക് കുറച്ച് പഴക്കമുള്ള വണ്ടികളോ കിലോമീറ്റേഴ്സ് കൂടുതൽ ഓടിയ വണ്ടികളോ ഒന്നും വാങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ നോട്ട് ഫ്ലീറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. കൊള്ളാലോ ഇത്. നമ്മൾ പറഞ്ഞതാണ് ഇവരുടെ യുണീക്ക് സെല്ലിംഗ് പോയിൻറ്റും. ഇവിടെ കിടക്കുന്ന വണ്ടികളൊന്നും അധികം കിലോമീറ്റർ ഓടിയതല്ല, അതുപോലെ കുറേ വർഷം പഴക്കമുള്ളതുമല്ല. ഈ കിടക്കുന്ന നെക്സൺ EV ഉൾപ്പെടെ. അധികം റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ 2018 ശേഷമുള്ള വണ്ടികളായിരിക്കും നോക്കുന്നത്. കാരണം 2018 നമ്മുടെ ഫ്ലഡൊക്കെ. അപ്പോൾ അതിന് ശേഷമുള്ള വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ കിടക്കുന്ന ഏറ്റവും പഴയ വണ്ടി 2019 മോഡൽ ഒരു സാൻഡ്രോ ആണ്. അത് കഴിഞ്ഞാൽ ബാക്കി കിടക്കുന്ന മിക്ക വണ്ടിയും 2021 മോഡലാണ്. ലോ ബഡ്ജറ്റിലുള്ള എക്സ്പ്രസോ മുതൽ നമ്മുടെ ടാറ്റ ഹാരിയറിൻ്റെ ടോപ്പ് വേരിയൻറ്റ് വരെ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുമാത്രമല്ല, ഇവരുടെ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. ഈ ഷോറൂമിലോട്ട് കയറുമ്പോഴേ പുതിയൊരു കാറിൻ്റെ ഷോറൂമിൽ കയറുന്ന അതേ ഫീലോടാണ് നമ്മൾ അകത്ത് ഇൻറ്റീരിയർ വർക്ക്സൊക്കെ ചെയ്തിരിക്കുന്നത്. മൊത്തം ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വർക്ക്സൊക്കെയാണ്, കുറച്ച് ആർട്ട് വർക്ക്സൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഇരിക്കുന്ന സീറ്റ് പോലും അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇവരുടെ ഷോറൂം വന്നിരിക്കുന്നത് നമ്മൾ കളമശ്ശേരി 4 വഴിക്ക് പോകുമ്പോൾ എയർപോർട്ടിന് കുറച്ച് മുമ്പാണ്. കിയയുടെ ഒരു ഷോറൂമുണ്ട്, അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് ഇവരുടെ ഷോറൂം വരുന്നത്. അപ്പം നിങ്ങൾ ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. പുതിയൊരു വണ്ടി പർച്ചേസ് ചെയ്യുന്ന ഫീൽഡിൽ നിങ്ങൾക്ക് അധികം പഴക്കമില്ലാത്ത പ്രീ കെയ്ഡ് കാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. സോ ആദ്യം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ കിയ സെൽറ്റോസിൻ്റെ GTX+ ആണ്. അതായത് ടോപ്പ് വേരിയൻ്റ് ആണ്, ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. ഈ വണ്ടി ഇറങ്ങിയപ്പോൾ ഏകദേശം 23 lakhsോളം ഓൺ റോഡ് പ്രൈസ് വന്നിരുന്ന വണ്ടിയാണ്. ഇപ്പം 21 മോഡൽ, അതായത് വെറും 2 വർഷം പഴക്കം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ സാധിക്കുന്നത് 19.6 lakhsനാണ്. അതാണ് ഇവരുടെ ആസ്കിങ് പ്രൈസ്. നിങ്ങൾക്ക് ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം സംസാരിക്കാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 21 മോഡലാണ്. ഇവിടെ കിടക്കുന്ന മിക്ക വണ്ടികളും 2021 മോഡലാണ്. അതുകൊണ്ട് തന്നെ പുതുമയൊന്നും വിട്ടുമാറിയിട്ടില്ല, തിളക്കങ്ങളൊന്നും വിട്ടുമാറിയിട്ടില്ല. ഇന്ത്യയിലൊക്കെ പക്ക നീറ്റായിട്ടുള്ള വണ്ടികളാണ് ഇവർ കൂടുതലും സെല്ല് ചെയ്യാറ്. പിന്നെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് SUV ആയിട്ടുള്ള ടാറ്റ ഹാരിയർ വെറും 32,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള XZA+ ആണ് നമ്മുടെ ഈ കിടക്കുന്ന ഹാരിയർ എന്ന് പറയുന്നത്. ഇതും 2021 മോഡലാണ്, ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2 ലിറ്റർ എഞ്ചിൻ വരുന്ന പവർഫുൾ എഞ്ചിനുള്ള ഒരു ഹാരിയറാണ് കിടക്കുന്നത്. ഇതിനും ഇവർ ചോദിക്കുന്ന പ്രൈസ് 20,90,000 രൂപയാണ്. അതായത് വെറും 2 വർഷം മാത്രം പഴക്കമുണ്ട്. ഇതിൻ്റെ വാറണ്ടി പോലും വിട്ടുമാറാത്ത വണ്ടികളാണ് ഇവിടെ കൂടുതൽ കിടക്കുന്നത്. 5 ഇയർ എക്സ്റ്റൻഡ് വാറണ്ടിയൊക്കെ ഉള്ളത്. 2026 വരെയൊക്കെ വാറണ്ടിയുള്ള വണ്ടികൾ കുറേ ഇവിടെ കിടപ്പുണ്ട്. അതായത് കമ്പനി വാറണ്ടി, ഇവർ കൊടുക്കുന്ന വാറണ്ടി നിങ്ങൾക്ക് വേറെ ഓപ്റ്റ് ചെയ്യാം. അതുകൂടാതെ കമ്പനി വാറണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. ഇത് മാനുവൽ വണ്ടിയാട്ടോ, നമ്മുടെ ടൊയോട്ടയുടെ അർബൻ ക്രൂസറാണ്. ഭയങ്കര ഫാൻ ബേസ് ഉള്ളൊരു SUV ആണ്. ഏറ്റവും കൂടുതൽ സെയിൽ ആയിക്കൊണ്ടിരുന്ന ഒരു കോമ്പാക്ട് SUV ആണ് നമ്മുടെ കിടക്കുന്ന അർബൻ ക്രൂസർ എന്ന പേരുള്ള ബ്രസ എന്ന് പറയുന്നത്. നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ലൊരു വണ്ടിയാണ്. 2020 നവംബർ വണ്ടിയാണ്. ഇത് ഏകദേശം 22,000 കിലോമീറ്റർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. എത്ര ലോ കിലോമീറ്റർ ആണെന്ന് ഓർത്ത് നോക്കി. 22,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ആയിട്ടില്ല. ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് 9,95,000 ആണ്. ഇതിൻ്റെ പുതിയൊരു വണ്ടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടില്ല. അർബൻ ക്രൂസർ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇത് പ്രീമിയം മാനുവൽ ട്രാൻസ്മിഷൻ വേരിയൻ്റ് ആണ്, അതായത് ടോപ്പ് വേരിയൻ്റ് ആണ്. ക്രൂസ് കൺട്രോളും നമ്മുടെ ഡിസ്പ്ലേയും ഇൻഫർടൈൻമെൻറ്റും ഒക്കെ വരുന്ന ടോപ്പ് വേരിയൻ്റ് വണ്ടിയാണ്. അപ്പം ഇത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവരുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക.
പിന്നെ ഒരു 7 സീറ്റർ ഫാമിലി കാറാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല മൈലേജ് ഉള്ളൊരു ഫാമിലി കാറാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എർട്ടിഗ നല്ലൊരു ഓപ്ഷനാണ്. ഇത് 2020 മോഡലാണ്. ഇതിൻ്റെ വാറണ്ടി 2024 ലാസ്റ്റ് വരെ ഇനി കിടക്കുകയാണ്. കമ്പനി വാറണ്ടി ഇതൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് ZXi ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്, അതായത് ടോപ്പ് വേരിയൻ്റ് ആണ്. എല്ലാ ഫീച്ചേഴ്സും ആവശ്യത്തിനുള്ള എല്ലാ ഫീച്ചേഴ്സുമുള്ള നല്ലൊരു വണ്ടിയാണ്. ഇതും വെറും 25,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 10,90,000 രൂപയാണ്. അതും നിങ്ങൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. അടുത്തത് നമ്മുടെ EV യുഗത്തിലെ ഏറ്റവും ആദ്യം ഹിറ്റായ ഇലക്ട്രിക് കാറാണ് കിടക്കുന്നത്. നെക്സൺ EV ആണ്. ZX+ പ്രൈം ആണ് വേരിയൻറ്റ്. 2021 മോഡൽ തന്നെയാണ്. ഇത് 2026 വരെയാണ് ഇതിൻ്റെയൊക്കെ വാറണ്ടി കിടക്കുന്നത്, കമ്പനി വാറണ്ടി തന്നെ കിടക്കുന്നത്. ഇതും 36,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഇവിടെ കിടക്കുന്ന ഓൾമോസ്റ്റ് ഏറ്റവും കൂടുതൽ ഓടിയ വണ്ടികൾ വരെ 40,000 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തിട്ടില്ല. എല്ലാം ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്, 30,000 ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതും. ഇതിന് ആസ്കിംഗ് പ്രൈസ് 14,25,000 രൂപയാണ്. അതായത് നമ്മൾ പുതിയ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ ടാറ്റ പഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ ടോപ്പ് വേരിയൻ്റെ പ്രൈസൊക്കെ എത്ര 15, 16, 17 പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും. വലിയൊരു SUV തന്നെ കോമ്പാക്ട്, അതായത് നമ്മുടെ പഞ്ചിൻ്റെ അത്രയും ചെറിയ വണ്ടി വേണ്ട, കുറച്ചുകൂടെ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ അധികം പഴക്കമില്ലാത്ത വാറണ്ടിയും എല്ലാം ഉൾപ്പെടെയുള്ള ഈ ഒരു വണ്ടി സ്വന്തമാക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത്. 14 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പഞ്ചിൻ്റെ ഏത് വേരിയൻ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ എന്നിട്ട് അതും ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ഒരു 2023 മോഡൽ എക്സ്പ്രസ് ഇവിടെ കിടപ്പുണ്ട്. വെറും 6,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്. വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കുന്നവർക്കും അതുപോലെ ഒരു സ്റ്റാർട്ടിങ് ഫാമിലി കാറൊക്കെ സ്വന്തമാക്കണം എന്നുള്ളവർക്ക് അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസും ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ഉള്ള ഒരു കിടിലൻ വണ്ടിയാണ് എക്സ്പ്രസോ. സ്റ്റാർട്ടിങ് വണ്ടിയാണ് എക്സ്പ്രസോ എന്ന് പറയുന്നത്. അപ്പം അത് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് കാസ് ഇവിടെ നോർത്ത് ഫ്ലീറ്റിൽ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ അതുവഴി പോകുമ്പോൾ ഒന്ന് കയറി ഒന്ന് കാണുക. അധികം വണ്ടികൾ ഇവർ സ്റ്റോക്ക് ചെയ്യാറില്ല. ഇവർ കിലോമീറ്റേഴ്സൊക്കെ നോക്കി ഇവർ വാലുവേറ്റ് ചെയ്യുന്നത് ഒരു 30 വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിൽ 3-4 വണ്ടികളൊക്കെ ഇവർ എടുക്കാറുള്ളൂ, ഷോറൂമിലേക്ക് കൊണ്ടുവരാറുള്ളൂ. അതുകൊണ്ട് അധികം കിലോമീറ്റേഴ്സ് ഓടാത്ത ഭയങ്കര ഫിൽറ്റർ ചെയ്താണ് ഇവർ വണ്ടി ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റും. കാരണം ഷോറൂം വാറണ്ടി സഹിതം കിടക്കുന്ന പുതിയ വണ്ടികൾ പോലെയുള്ള പ്രീ കെയർഡ് വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ കളമശ്ശേരി ആലുവ റൂട്ട് ഒക്കെ ഒന്ന് പാസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഷോറൂം ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. കാരണം ഇവരുടെ ആ ഒരു ഷോറൂമിലെ ഫീല് തന്നെ ബെറ്ററാണ്. പറമ്പയം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. നമ്മുടെ കിയ ഷോറൂമിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് വരും. അപ്പം ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ താഴെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വെബ്സൈറ്റിലും ഡീറ്റെയിൽസ് എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വണ്ടി സ്റ്റോക്ക് വരുന്നതിൻ്റെയും എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യും. വിളിക്കാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റോക്സ് എല്ലാം അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇവരുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പലരും കാണും. യൂസ്ഫുൾ ആയിട്ടില്ലാത്തവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. യൂസ്ഡ് കാസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കിലോമീറ്റർ അധികം ഓടാത്തതായ പഴക്കമില്ലാത്ത വണ്ടികളൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആകും. അപ്പോൾ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്തേക്കുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.